ആരാകും കേരള മുഖ്യമന്ത്രി എന്ന ആകാംക്ഷയാണിപ്പോൾ. എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്കാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് കേരള മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുന്നത്. അല്പസമയം മുമ്പ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയ അർജുൻ പീതാംബരൻ പറഞ്ഞത് AICCയുടെ നിരീക്ഷകർ ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തും എന്നതാണ്. അവർ കേരളത്തിലെത്തി MLA-മാരുടെ അഭിപ്രായം തേടും. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖർഗെ എന്നിവരും ഇക്കാര്യത്തിൽ നിർണായകമായി തീരുമാനമെടുക്കുന്നതിൽ അവരുടെ തീരുമാനവും ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, സംസ്ഥാനത്തെമ്പാടും മുഖ്യമന്ത്രിമാർ ആരായിരിക്കണം എന്നത് സംബന്ധിച്ച് അനുയായികൾ ഫ്ലെക്സ് ബോർഡ് നിരത്തിവെക്കുകയാണ്, പ്രദർശിപ്പിക്കുകയാണ്. സംസ്ഥാന കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അലക്സ്? ദിലീപ്, സംസ്ഥാന വ്യാപകമായി കാണുന്ന ഒരു ഫ്ലെക്സ് കുഞ്ഞുഞ്ഞിന് ശേഷം KCO, RCO വീഡിയോ. അതിൽ ഈ ഫ്ലെക്സ് ബോർഡ് മുഖാന്തരം പറയാൻ കോൺഗ്രസ്, പ്രത്യേകിച്ച് KC ബ്രിഗേഡ് ശ്രമിക്കുന്നത് അത് KC വേണുഗോപാൽ തന്നെയാണ്. അതായത് ഉമ്മൻചാണ്ടിക്ക് ശേഷം അടുത്ത മുഖ്യമന്ത്രിയാകേണ്ടത് KC വേണുഗോപാലാണ് എന്ന് KC ബ്രിഗേഡ് അഭിപ്രായപ്പെടുന്നുണ്ട്. അവരുടെ ഫ്ലെക്സ് ബോർഡുകൾ അങ്ങനെ വ്യാപകമായി കേരളത്തിന്റെ പലയിടങ്ങളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ മൂന്ന് നേതാക്കൾക്കും സ്വീകരണം കൊടുക്കാനുള്ള തിരക്കിലാണ് അവരുടെ അണികളും അവരെ പിന്തുണയ്ക്കുന്നവരുമൊക്കെ. അവർക്ക് വേണ്ടി ഓരോ വിഭാഗവും അത് ഏറ്റവും ഊർജ്ജസ്വലമായി തന്നെ അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം വരേണ്ടത് ഹൈക്കമാൻഡിലാണ്. ഹൈക്കമാൻഡിൽ നിന്നാണ് ആ തീരുമാനം വരേണ്ടത്. ഇന്നലെയാണ് ഈ AICC നിരീക്ഷകരെ, കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് തീരുമാനിക്കുന്നതിന് വേണ്ടി നിരീക്ഷകരെ തീരുമാനിച്ചത് ഇന്നലെയാണ്. അജയ് മാക്കനും മുകുൾ വാസനിക്കും ഇന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നാളെ അവർ നിയമസഭാ കക്ഷി യോഗം ചേരും. അതായത് MLA-മാരുടെ അഭിപ്രായം തേടും. MLA-മാരിൽ എത്ര പേർ മുഖ്യമന്ത്രിമാരായ ആരെയൊക്കെ ഉയർത്തി കാണിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഒറ്റയ്ക്ക് ഈ നിരീക്ഷകർ MLA-മാരിൽ നിന്ന് അഭിപ്രായം തേടും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. MLA-മാരിൽ 2% അത് KCയെ പിന്തുണയ്ക്കുന്നവരാണ് എന്നാണ് KC ബ്രിഗേഡ് അവകാശപ്പെടുന്നത്. അത് മാത്രമല്ല, സംഘടനാ തലത്തിൽ എന്ന് പറയുമ്പോൾ അത് ഭാരവാഹികളുടെ പിന്തുണ കൂടി KC ഉറപ്പാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ KC എന്ന പേര് മറികടക്കുക പ്രയാസകരമാകും. VD സതീശനിലേക്ക് ക്ലെയിം വരുമ്പോൾ സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവ് അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചവൻ നയിക്കട്ടെ കേരളത്തെ എന്നുള്ളതാണ് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നവർ കേരളമെമ്പാടും ഉയർത്തിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഇനി നയിച്ചയാൾ തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രി എന്ന സ്വാഭാവികമായ നീതി നടപ്പിലാക്കണമെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഘടകകക്ഷികളുടെ പിന്തുണ VD സതീശൻ ഉറപ്പാക്കിയിട്ടുണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗ് അടക്കം VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം, അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നയിച്ചത്, ഈ അസന്നിഗ്ധ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞ നിലപാടുകൾ ജനം ഏറ്റെടുക്കുകയായിരുന്നു. 100+ എന്ന സീറ്റ് നില പോലും VD സതീശൻ ഒരു തവണ പോലും മാറ്റിപ്പറയാതെ ആവർത്തിച്ച് പറയുന്നത് കണ്ടു. അത്തരത്തിൽ ആ നിലപാടുകൾ അംഗീകരിക്കണമെന്ന് പറയുന്നവരുണ്ട്. രമേശ് ചെന്നിത്തലയിലേക്ക് ക്ലെയിം വരുമ്പോൾ മുതിർന്ന നേതാവാണ് രമേശ് ചെന്നിത്തല, അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം. 2011 ഉമ്മൻചാണ്ടിയുടെ പേര് ഉയർത്തിക്കാട്ടിയത് താനാണ്, അതിനാൽ അന്ന് സീനിയർ ഉമ്മൻചാണ്ടിയായിരുന്നു രമേശ് ചെന്നിത്തലയെക്കാളും, അതുകൊണ്ട് ഒരു മുതിർന്ന നേതാവ് തന്നെ വരണം എന്ന് രമേശ് ചെന്നിത്തല അവകാശപ്പെടുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ പിന്തുണ അദ്ദേഹം ഉറപ്പാക്കുന്നു. പക്ഷേ KCക്കൊപ്പമുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ അടക്കം പിന്തുണ KCക്കൊപ്പം ഉണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇതിൽ തീരുമാനം വരേണ്ടത് ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നാണെങ്കിലും അതിന് പശ്ചാത്തലമൊരുക്കുന്ന നടപടികളാണ് കേരളത്തിൽ ഈ പ്രധാനപ്പെട്ട 3 കോൺഗ്രസ് നേതാക്കളുടെ അണികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതവരുടെ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ചാകട്ടെ, റോഡുകൾ, പൊതു ഇടങ്ങൾ കേന്ദ്രീകരിച്ചാകട്ടെ. തിരികെ എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.